കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സമയം മന്ത്രി എന്ന നിലയിൽ വിനിയോഗിക്കേണ്ടി വന്നിട്ടുള്ള കാര്യം ഇതാണ്. അതുകൊണ്ട് നന്നായി പൊള്ളിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുല്ല് വിലയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത് എന്ന സന്ദേശമല്ലേ ഇതിലൂടെ നൽകുന്നത്. ഭയങ്കരമായ നിരാശയോട് കൂടിയിട്ടാണ്, വളരെ സന്തോഷത്തോടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് കരുതിയിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഈ അധ്വാനത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതല്ലേ കാണിക്കുന്നത്. ഇത്രയും വലിയ പ്രചരണം സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി, ശുചിത്വത്തിന് വേണ്ടി നടത്തിയിട്ട് ഞങ്ങളത് ഗൗനിക്കുന്നില്ല എന്നുള്ള സന്ദേശമല്ലേ നൽകുന്നത്. എന്റെ കൺമുന്നിലേക്ക് നിയമലംഘനം നടത്തിയത് ഫൈൻ ഈടാക്കേണ്ട, വളരെ വലിയ ഫൈൻ ഈടാക്കേണ്ട കുറ്റമാണ്. ആക്ട് ഭേദഗതി ചെയ്ത കാര്യം നിങ്ങളുടെ സൗകര്യമുള്ള ആക്ടും ചട്ടം മാത്രം നോക്കിയാൽ പോരാ, ബിൽഡിംഗ് റൂളും ലൈസൻസ് റൂളും മാത്രം നോക്കിയാൽ പോരാ. പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പൽ ആക്ടിലും വരുത്തിയിട്ടുള്ള ഭേദഗതികൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒരുപാട് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതുപോലൊരു ഭേദഗതിയാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് 10,000 രൂപ അപ്പപ്പിഴ ചുമത്താം എന്നത്. വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 50,000 രൂപ പിഴയും നോൺ ബെയിലബിൾ ഒഫൻസുമാണെന്നുള്ളത്. ഏതായാലും അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഹരിതകർമ്മസേനയ്ക്ക് പാഴ്വസ്തു കൈമാറിയില്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിന്റെ കൂടെ അത് ഈടാക്കാം എന്നത് ആക്ടിൽ അമെന്റ്മെന്റ് ആണ്, റൂളിലേക്കില്ല, ആക്ടിലെ നിയമസഭ പാസാക്കിയതാണ്. ഇത് രാജ്യത്താകെ നിരോധിച്ചിട്ടുള്ളതാണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. കേരളത്തിൽ മാത്രമല്ല, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. കഴിഞ്ഞ ദിവസം കർശന നിർദ്ദേശം നൽകിയതേ ഉള്ളൂ. ഇതിന്റെ ഉത്പാദനം, വിതരണം, സ്റ്റോക്കിസ്റ്റുകൾ ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ. അതൊന്നുകൂടി ആവർത്തിക്കേണ്ടതെന്നാണെന്ന് അനുഭവം കാണിക്കുന്നുണ്ട്. ഒരാളും നിവേദനവും പരാതിയിട്ടതിൽ വരരുത്. നടപ്പാക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്, കോടതിയുടെ ഉത്തരവുള്ളതാണ്. ഇത് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ സ്ഥിതി ഇതാണ്. ഏതെങ്കിലും പത്രത്തിൽ, ടെലിവിഷനിൽ വാർത്തയും ദൃശ്യവും വന്നാൽ എന്താ സ്ഥിതി? നിങ്ങൾക്ക് അന്ന് പുറകെ വരേണ്ട കാര്യമില്ല. ഇത്രയൊക്കെ പറയണമെന്ന് ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ പറയണമെന്നുണ്ട്. കാരണം ഇത്രയൊക്കെ പ്രചരണം നടത്തിയിട്ടും അതിനെ ഗൗനിച്ചതേയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു നിയമവും പറ്റില്ല എന്ന നിലപാട് അംഗീകരിക്കാനാവില്ല. നിയമങ്ങളിൽ, ചട്ടങ്ങളിലൊക്കെ ഇളവ് വരുത്തണം എന്നതിൽ മാറി ഒരു നിയമവും പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ബെവ്കോയിലെ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചെടുക്കാനുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിച്ചു. ഭയങ്കര എതിർപ്പായിരുന്നു. അത് പിന്നെ ഇവിടെ അങ്ങനെയാണല്ലോ, ഏത് കാര്യം വന്നാലും എതിർക്കുക എന്നുള്ളതാണ്. അത് നാടിന്റെ താല്പര്യമാണോ, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ താല്പര്യമാണോ എന്നൊന്നും നോക്കില്ല, അപ്പൊ എതിർക്കുക എന്നുള്ളതാണ്. 70 കോടി കുപ്പിയാണ് ഒരു വർഷം ബെവ്കോ ഇറക്കുന്നത്. 80% പ്ലാസ്റ്റിക്കാണ്. ഈ വെള്ളം കുടിച്ചാൽ പിന്നെ ആർക്കും ബോധമൊന്നും പോവില്ല. എന്നാലും ആ വെള്ളം കുപ്പി ആൾക്കാർ വലിച്ചെറിയുക ചെയ്യും. അപ്പൊ മറ്റൊന്ന് കുടിച്ചാൽ പിന്നെ ബോധം കൂടി പോയാൽ വലിച്ചെറിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്രയും കുപ്പിയെങ്കിലും തിരിച്ചെത്തിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് 20 രൂപ നിക്ഷേപമായിട്ട് അധികം ചുമത്തി കുപ്പി തിരിച്ചു കൊടുത്താൽ 20 രൂപ കൊടുക്കണം. അതിഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ സർക്കാർ നടപടി 100% ശരിയാണെന്ന് സാധൂകരിക്കുന്ന കണക്കാണ് നമ്മുടെ മുമ്പിൽ. ഒറ്റ ദിവസം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ 10 ഔട്ട്ലെറ്റുകളിൽ പൈലറ്റായിട്ട് നടപ്പാക്കിയപ്പോൾ തിരിച്ചു വന്നത് 2,213 കുപ്പിയാണ്. ഇല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു ചെറിയ ഒറ്റ ദിവസത്തെ കണക്കാൻ നോക്കണം. ഒരാഴ്ച കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ 10 ഔട്ട്ലെറ്റുകൾ തിരിച്ചു വന്നത് 1030 കിലോ ആണ്. ഇതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും ആശങ്കയോടെ കാണുന്ന കാര്യം ഇതാണ്. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നതാണ്. അപ്പോഴാണ് നിങ്ങളിവിടെ പ്ലാസ്റ്റിക് കൊണ്ട് ആറാട്ടമാണ്. ലോകത്തിന്റെ കൺസേൺ ആണിത്. അല്ലാണ്ട് കേരളത്തിലെ സർക്കാരിന് എന്തോ വാശിയോ വട്ടോ ഉള്ളത് കൊണ്ടല്ല. കഴിഞ്ഞ ഒരു കൊല്ലം 24-25 ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിന്റെ അളവെന്താണെന്നും കൂടി നിങ്ങൾ പറയുന്നത്. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചു വന്നത്. ഇനി ഇത് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ പറയാം. 1,52,000 ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന ശേഖരിച്ചത്. ഒരു ടൺ 1000 കിലോ. 1,52,000 into 1000 ഒറ്റ കൊല്ലം ശേഖരിച്ചത്. ഈ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ എവിടെ വരും? പാടത്തും പറമ്പിലും തോട്ടിലും ജലാശയങ്ങളിലും വലിച്ചെറിയും. 2 കൊല്ലം കൊണ്ട് കേരളം ജീവിക്കാൻ പറ്റാത്ത ഇടമായിട്ട് മാറും. എന്ത് ബിസിനസ് നടക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലമായിട്ട് മാറിയാൽ എന്ത് ടൂറിസമാണ് ഇതിന്റെ ഇവിടെ ഉണ്ടാകുന്നത്? ബാക്കിയെല്ലാം വേണം, വൃത്തി പ്രശ്നമേ അല്ല എന്നൊരു നിലപാടാണ്. ഇത് വ്യവസായത്തിനും വ്യാപാരത്തിനും ടൂറിസത്തിന്റെ വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും പ്രധാനം ഇതാണ്, ശുചിത്വം ഉണ്ടാവുക എന്നതാണ്. കഴിഞ്ഞ ഇപ്പൊ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ നിയമം പാലിക്കാൻ തയ്യാറല്ല. ഹരിതകർമ്മസേന 95% വീടുകളിൽ നിന്നും ഇത് കളക്ട് ചെയ്യുന്നു, കടകളിൽ നിന്നും. മിനി MCFന്റെ 7,000 ഉണ്ടായിട്ട് 21,000 കൂടി, 3 ഇരട്ടിയായി. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും MCF ഉണ്ട്. ഇത് തന്നെ ഒരു ബിസിനസ്സാണെന്ന് കൂടി നിങ്ങൾ കാണണം.
നിങ്ങളുടെ ചിലരുണ്ടാവുന്ന അസോസിയേഷൻ അംഗങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിലും റീസൈക്ലിംഗിലും ഒക്കെ ഇല്ലേ, സംരംഭകരായിട്ടുള്ളതില്ലേ? എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വരുമാനമോ? ഇതൊരു ബിസിനസ് സർക്കുലർ എക്കോണമിയുടെ ഭാഗമാണ്. നാളെ നോർക്കയുടെ കോൺക്ലേവ് നടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അവർ സംസാരിക്കാൻ ശ്രമിച്ചത് വലിയ ഇൻവെസ്റ്റേഴ്സാണ്. വേസ്റ്റ് മാനേജ്മെന്റിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. തൊഴിലും വരുമാനവും ലാഭവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ആ നിലയിൽ കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇത് ചെറിയ അപ്പോഴും പലരുടെയും മനോഭാവം നമ്മുടെ സമൂഹത്തിലുള്ളത് ഇതിപ്പോ ഇത്രയും വലിയ കാര്യമാണ് എന്നുള്ളതാണ്. വലിയ കാര്യമായതുകൊണ്ടല്ലേ രാജ്യം മുഴുവൻ നിരോധിച്ചത്. 2016 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട്, അതുപ്രകാരം നിരോധിച്ചതാണ്. ഇപ്പൊ കൂടുതൽ ശക്തവും കടുത്തതുമായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് ഈ അനുഭവങ്ങളൊക്കെ കാണിക്കുന്നത്. കാരണം പ്രസംഗിച്ചുകൊണ്ട് ബോധവൽക്കരിച്ചതുകൊണ്ട് ഒരാൾക്കും ബോധം വീഴാൻ പോകുന്നില്ല. ഇതുവരെയുള്ള അനുഭവമാണ്. ബോധവൽക്കരണത്തിന് ചെലവഴിക്കുന്ന കാശ് വെള്ളത്തിലാകുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. കഴിഞ്ഞ 5 മാസം ഇപ്പൊ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചെറിയേണ്ട കാര്യമോ ഉപയോഗിക്കേണ്ട കാര്യമോ ഇല്ല. യഥാർത്ഥത്തിൽ RRF ഇരട്ടിയായി കേരളത്തിൽ എണ്ണം. എല്ലാ RRFകളും MCFകളും ആധുനികമാണ്. വെയിലിംഗ് മെഷീൻ, ഷട്ടിംഗ് മെഷീൻ, എല്ലാ സംവിധാനങ്ങളും, കൺവെയർ ബെൽറ്റ്, ഇതെല്ലാം ഉണ്ട്. ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മണ്ണിലിട്ട് ലയിച്ചു തരികയില്ല. അത് സിമെന്റ് ഫാക്ടറിയിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്, തമിഴ്നാട്ടിലേക്കും മറ്റും. അവിടെ എതിർപ്പ് വന്നു തുടങ്ങി. വസ്തുതകൾ നമ്മൾ കാണണം. അധികകാലം അവിടെ അയക്കാൻ ഇനി കഴിയുന്ന സ്ഥിതി വരില്ല. എന്ത് ചെയ്യും? ഉപയോഗം കുറച്ചില്ലെങ്കിൽ ഇതിന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് കളയാം എന്ന് വിചാരിക്കേണ്ട. അപ്പൊ നിങ്ങൾ അടുത്ത നിവേദനമായിട്ട് വരും. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. വേസ്റ്റ് മാനേജ്മെന്റിന്റെ ലോകമാകെ അംഗീകരിച്ച അടിസ്ഥാന തത്വങ്ങൾ 4-6 ഒന്ന് റെഫ്യൂസ്, 2 റെഡ്യൂസ്, പിന്നെ റീയൂസ്, റീസൈക്കിൾ. ഇത് 4 അത് ഒന്നാമത്തെ തത്വമാണ് ഞാനിവിടെ നടപ്പാക്കിയത്. നിങ്ങൾ ഒക്കെ നിന്നപ്പോൾ റെഫ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നടപ്പാക്കേണ്ടിയിരുന്ന തത്വമാണ് റെഡ്യൂസ്, ചെയ്തില്ല. ബാക്കിയുള്ളതിന്റെ റീസൈക്കിളും റീയൂസുമാണ്. അതിനുള്ള സൗകര്യം സർക്കാർ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സമയം മന്ത്രി എന്ന നിലയിൽ വിനിയോഗിക്കേണ്ടി വന്നിട്ടുള്ള കാര്യം ഇതാണ്. അതുകൊണ്ട് നന്നായി പൊള്ളിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം വന്നാൽ കൊള്ളുമല്ലോ. അതുപോലെയാണ് ബ്രഹ്മപുരം ഉണ്ടായപ്പോ എന്തായിരുന്നു? കൂട്ട നിലവിളിയായിരുന്നില്ലേ? കൊച്ചിക്കാരൻ കൂടെ കാണുമല്ലോ അല്ലേ? എളുപ്പമുള്ള ജോലി എന്തായിരുന്നു? തീ പടർന്നു, പുക എല്ലായിടത്തും എത്തി, ശ്വാസം കിട്ടാണ്ടായി. വേഗം ചെയ്ത് ഫേസ്ബുക്കിൽ കയറിയിട്ട് പറഞ്ഞു, ഐ കാൺ ബ്രീത്ത്, ഞങ്ങളൊക്കെ കൊച്ചി വിട്ട് പോവാണ്. കൊച്ചി വിട്ടിട്ട് ലോകത്ത് വേറെ എവിടെയും മലയാളികൾക്ക് പോയിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെയൊക്കെ നിയമം പാലിക്കണം. ഈ ഏർപ്പാട് അവിടെ നിന്നും പറ്റില്ല. എന്നാൽ അത് ഇവിടെ വന്നിട്ട് വലിയ ഗെയിമായിട്ട് പറയും ചെയ്യും. വിദേശത്തൊക്കെ പോയിട്ട് ദുബായിൽ പോയാൽ ഭയങ്കര ഫൈനാണ്. ഇത്രയും കാലാശേഷം പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ ചെയ്ത നിയമം ഇവിടെ പുല്ലുവില. സിംഗപ്പൂരിലെ തെരുവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു വൃത്തിയാണ്. എന്തുകൊണ്ടാണ് കേരളം അങ്ങനെ ആവാത്തത്? നമ്മൾ നിയമം ലംഘിക്കുന്നത് കൊണ്ട്. ആ എട്ടത്തപ്പാണ് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യം. അമേരിക്കയിലും യൂറോപ്പിലും സിംഗപ്പൂരിലും ദുബായിലും ഒക്കെ അവിടെ നിയമം കർശനമായിട്ട് നടപ്പാക്കുന്നത് മഹാമാതൃക. ഇവിടെ നടപ്പാക്കിയാൽ സർക്കാരിന്റെ കൊള്ളാം. എന്നിട്ട് എന്തുകൊണ്ട് സിംഗപ്പൂർ പോലെ ആവുന്നില്ല എന്ന ചോദ്യം. കഴിഞ്ഞ 5 മാസം കൊണ്ട് വേസ്റ്റ് വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ 8,55,00,000. പെരുമാതിരി കണ്ണിൽ പെട്ടത് മാത്രമാണ്. ശരി, ഇത്രയും ഇതിനെപ്പറ്റി പറയാൻ അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക്. പക്ഷെ വെള്ളം എനിക്ക് കുടിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ എത്തതിന് അപമാനിതനായി നിങ്ങൾക്കൊരു അപമാനം തോന്നണം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേറെ ഒരു വിരോധം. വളരെ സന്തോഷത്തോടെ വന്നൊരു കാര്യം, അദ്ദേഹം എന്നെ പ്രസിഡന്റ് വന്ന് എന്നെ ക്ഷണിച്ചപ്പോ മറ്റ് പരിപാടികളൊക്കെ മാറ്റി KSSIയുടെ സമ്മേളനമായതുകൊണ്ട് എന്തായാലും പോണം എന്ന് തീരുമാനിച്ചു. വലിയ മാറ്റം പരിപാടികളിൽ വരുത്തിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോ വരണ്ടിയിരുന്നില്ല എന്നായിപ്പോയി. ഇതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്ന് വാക്കുകൊണ്ട് പറയാറുണ്ട്.